വസനാഅത്തുൻ, ഇത് മോശപ്പെട്ട ഏർപ്പാടാണ്. എന്താ കാരണം പറഞ്ഞത്? മുൻഗാമികൾ ചെയ്തിട്ടില്ല. നിങ്ങൾ കഴിക്കണതോ ദഫ് മുട്ടുക, നിങ്ങൾ ചെയ്യണില്ലേ? ദഫ് മുട്ടുക, കുയലൂത്ത്, പിന്നെ പുരുഷന്മാർ ഒരുമിച്ച് കൂടുക, നല്ല മീശ മുളക്കാത്ത ആൺകുട്ടികളെ കൂടെ പുരുഷന്മാർ ഒരുമിച്ച് കൂടുക, അതേപോലെ പാട്ട് പാടുന്ന സ്ത്രീകൾ ഉണ്ടാവുക, ഒന്നുകിൽ ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് അത് മുസ്ലിഫാത്തിൽ കൂടിക്കല പോലും അവിടെ സൈഡിൽ നിന്ന് നോക്കിണ്ടാവും, എന്നാലും വേണ്ടില്ല. നൃത്തം വെക്കുക, ഈ നിലക്കുള്ള പണികൾ കളിയിൽ മുഴുകുക, പരലോകം മറക്കുക. സ്ത്രീകൾ മാത്രം കൂടിയാലും അങ്ങനെ തന്നെയാണ്, അപ്പോഴും ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് നീ ഓർത്തോ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, റബ്ബ് പ്രതീക്ഷിക്കുന്നുണ്ട്, റബ്ബ് കാത്തിരിക്കുന്നുണ്ട്. നീ ഓർത്തോ. എന്നിട്ട് പറയാം വഹാദാ ഇത്, വഹാദാ ഇത് അല്ലദീ ലാ യഖ്തലിഫു ഫീ തഹരീമിഹി ഇസ്നാനി, ഇത് ഹറാമാണ് കാര്യത്തിൽ രണ്ടാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടാളുകൾ തന്നെ അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടാവില്ല ഇത് ഹറാമാണ് എന്ന്. ഇനി കേട്ടോ എന്താ ഫാക്കിയാനി പറഞ്ഞത്? ഫാക്കിയാനി കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയാ? ഇത് നിങ്ങൾക്ക് തെളിവല്ല, നരകത്തിൽ കടക്കുന്ന ബിദ്അത്താണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇദ്ദേഹം കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനെ പറ്റിയാ? നമ്മളൊന്ന് വായിച്ചു വെക്കാം. കിതാബ് ഞങ്ങളെ കയ്യിലുമുണ്ട്. ഇതാ കേട്ടോ, ഒന്നാമത്തത് സ്വന്തം ധനത്തിൽ നിന്ന് ചെയ്യുക, കൂട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടി ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടി. ഈ ഒരുമിച്ച് കൂടലിൽ അവർ പരിധി കടക്കുന്നില്ല. ഭക്ഷണം കഴിക്കലല്ലാതെ ഒരു കുറ്റവും ചെയ്യുന്നില്ല. എന്താ പറഞ്ഞത്? മൗലിദ് എന്ന് പേര് പറഞ്ഞ് ഭക്ഷണം കഴിക്കലല്ലാതെ അതിൽ ഒന്നുമില്ല. അങ്ങനത്തെ മൗലിദ് തന്നെ കറാഹത്താണെന്ന് പറയുന്നു. ഇതാ ഫാക്കിഹാനി ഉദ്ധരിക്കുന്നു. നിങ്ങളുടെ ആ ഫാക്കിഹാനി തട്ടിപ്പും ഇതാ ഇവിടെ തരികിടം മറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഫാക്കിഹാന്റെ കിതാബ് കണ്ടിട്ടുമില്ല, ഫാക്കിഹാന്റെ കിതാബ് കണ്ടിട്ടുമില്ല. നിങ്ങൾ വായിക്കുന്ന സുയൂത്തിന്റെ കിതാബില് ഫാക്കിഹാന്റെ ഉദ്ധരണി എടുത്തു കൊടുത്തതാണ് നിങ്ങൾ ഇപ്പൊ വായിക്കണത്. നിങ്ങൾ ഫാക്കിഹാന്റെ കിതാബ് കണ്ടിട്ടില്ല. ആഹാ, എന്താണ് വിചാരിച്ചത്? നിങ്ങൾ വായിക്കുക അൽ-ഹാബിലി ഫതാവെ സുയൂത്തിലെ കിതാബില് ഇത് ഗണ്ണിക്കാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് വായിക്കണത്. പിന്നെ എന്തിനാ ഗണ്ണിച്ചത്? ഇത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാ ഗണ്ണിച്ചത്? സുയൂത്ത് ആദ്യം പറഞ്ഞറിയോ, ഞാനത് കൊണ്ടുവരും എന്നിട്ട് അക്ഷരം പ്രതി ഗണ്ണിക്കും എന്ന് പറഞ്ഞ് കൊടുത്തോട്ടുണ്ട്. അതിന്റെ അപ്പുറപ്പുറം മുറിച്ചാണ്ട് വായിക്കുക. എന്തിനാ മുസ്യാരെ? അപ്പൊ ഫാക്കിഹാനെ പറയാ ഇത് ബിദ്അത്താകുന്നു. എന്നിട്ടാ ചില ബാത്രീങ്ങൾ പുതിയതായി ഉണ്ടാക്കിയതാണ്. ദേഹേച്ഛക്കാരാ തുടങ്ങി വെച്ചത്. തീറ്റക്കുതിയന്മാരാ കൊണ്ടടക്കുന്നത്. എന്നിട്ട് പറയാ ഇനി 5 വിധികൾ, പഞ്ചവിധികൾ നമുക്ക് നോക്കാം. ഒന്നുകിൽ വാജിബാകണം, അല്ലെങ്കിൽ മന്ദൂബാകണം, അല്ലെങ്കിൽ ഹലാലാകണം, അല്ലെങ്കിൽ കറാഹത്താകണം, അല്ലെങ്കിൽ ഹറാമാകണം. 5 പറയണ്ടേ എന്നാ ഇജ്മാ. ഇത് വാജിബല്ല, ഇജ്മാ ഉണ്ട്. പ്രമാണം എന്താ? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ. അപ്പൊ ഇജ്മാ ഉണ്ട്, വാജിബല്ല. വലാ മന്ദൂബൻ, സുന്നത്തുമല്ല, സുന്നത്തുമല്ല. നിങ്ങളെ വാദം എന്താ? സുന്നത്താണ് തെളിവ്, ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഫാക്കിഹാനി പറയും ഇജ്മാ ഉണ്ട്, വാജിബല്ല. വലാ മന്ദൂബ, സുന്നത്തുമല്ല. ഇനി വലാ ജായിസുൻ അൻ യകുന മുബാഹ, ഹലാൽ എന്ന് പറയാൻ പറ്റൂല, ജായിസ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ലിഅന്നൽ ഇബ്തിദാ ഫിദ്ദീനി ലൈസ മുബാഹൻ, മതത്തിൽ പുതിയത് കൊണ്ടുവരൽ മുബാഹല്ല, മതത്തിൽ ബിദ്അത്ത് ഉണ്ടാക്കൽ ജായിസ് അല്ല. തെളിവെന്താ? ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട്, മുസ്ലിങ്ങളുടെ ഇജ്മാ ഉണ്ട്. ഇത് ജായിസുമല്ല. ഇനി ഫലം യബ്ഖ, ഇനി അവശേഷിക്കുന്നില്ല ഇല്ല അൻ യകുന മക്റൂഹൻ ഔ ഹറാമ, ഒന്നുകിൽ കറാഹത്താകണം അല്ലെങ്കിൽ ഹറാമാകണം. അതിൽ ഏതാ നമുക്ക് നോക്കാനാ? അത് ഏതാ നോക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ വായിച്ചത് എന്ത്? ഇത് 2 രൂപത്തിലുണ്ട്. ഒന്ന്, സ്വന്തം പൈസയിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ തിന്നാൻ കൊടുക്കുന്ന ഏർപ്പാട്. നാട്ടിലെ പൈസ വാങ്ങണില്ല, പിരിവെടുക്കണില്ല, ഒന്നുമില്ല, അത് മൂലമ ചെയ്യൂലല്ലോ അവനാന്റെ പൈസയിൽ നിന്ന്. അപ്പൊ അവനാന്റെ പൈസയിൽ അവനാൻ കഴിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പോണില്ല, ഒരു കുറ്റം ചെയ്യണില്ല. അപ്പൊ ശിർക്കുമില്ല, ബിദ്അത്തുമില്ല, ഖുറാഫാത്തുമില്ല, ഒന്നുമില്ല. അവന്റെ പൈസയിൽ നിന്ന് ലേശം ചോറുണ്ടാക്കിയിട്ട് ഓനമ്മാക്കും ബാപ്പാക്കും കുട്ടികൾക്ക് തിന്നാൻ
കൊടുത്തു, അത് മാത്രമേ അവൻ ചെയ്തുള്ളൂ എങ്കിൽ ഫഹാദല്ലദീ വസഫ്നാഹു, അതിനാണ് നമ്മൾ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ബിഅന്നഹു ബിദ്അത്തുൻ മക്റൂഹ, മക്റൂഹായ ബിദ്അത്താണ്. നല്ല ബിദ്അത്താണ് എന്നല്ല പറഞ്ഞത്, നല്ല ബിദ്അത്താണ് എന്നല്ല, മക്റൂഹായ ബിദ്അത്താണ്. വസനാഅ, മോശത്തരമാണത്. കാരണം എന്താ? ഇത് ലം യഫ്അലു അഹദു മിൻ മുതഖദ്ദിമി അഹ്ലി ത്വാഅ, നല്ല മനുഷ്യന്മാരായ മുൻഗാമികൾ ആരും ചെയ്തിട്ടില്ല അങ്ങനെ. അല്ലദീന ഹും ഫുഖഹാഉൽ ഇസ്ലാം, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല. വ ഉലമാഉൽ അനാം, പണ്ഡിതന്മാർ ആരും ചെയ്തിട്ടില്ല. സുറുജുൽ അസ്മിന, കാലഘട്ടത്തിലെ വിളക്കുകളായ പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല. വ സൈനുൽ അംകിന, ഓരോ പ്രദേശത്ത് അലങ്കാരമായി മാറിയ പണ്ഡിതന്മാർ അവരാരും ചെയ്തിട്ടില്ല. അത് അവനാന്റെ പൈസ അവനാന്റെ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുത്താൽ ബിദ്അത്തും മക്റൂഹ. രണ്ട് വസ്താനി, രണ്ടാമത്തത് എന്താ? കുറ്റകൃത്യം ഉണ്ടാകും. അതെങ്ങനെ? അതിന് കുറെ തിന്മ ഉണ്ടാകും. അതേപോലെ മനുഷ്യന്മാരെ പണം വാങ്ങും, ആളുകളെ പണം വാങ്ങും. എങ്ങനെ? പൈസ കൊടുക്കേണ്ടി വന്ന മനസ്സിന് വേദന, വിഷമിച്ചുകൊണ്ടാ കൊടുക്കുന്നത്. ഉസ്താദ് ചോദിക്കല്ലേ, കൊടുക്കാൻ ഞാൻ എന്താ വിചാരിക്ക എന്ന് വിചാരിച്ച് കൊടുക്കുക. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലജ്ജയോടുകൂടി പണം വാങ്ങുകയാണെങ്കിൽ വാള് കൊണ്ട് വാങ്ങുന്ന പോലെയാണ്. വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി എടുക്കണ പൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ്. ലജ്ജയോട് കൂടി ഒരാൾ പണം തരികയാണെങ്കിൽ അത് വാങ്ങലെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശേഷിച്ചും നല്ല നിറഞ്ഞ വയറ്, നല്ല പാട്ടുകള്, തെറ്റായ സംഗീത ഉപകരണങ്ങള്, മുട്ടലുകള്, കൊയൽവിളികള്. ബാക്കി പിന്നെ വായിച്ചതാ. ചുരുക്കി പറഞ്ഞ ഫൈസൽ മൗലവി ഹറാമാണെന്ന് വായിക്കാൻ കൊണ്ടുവന്ന് ഫാക്കിഹാനി പറഞ്ഞിട്ടുള്ളത് കറാഹത്താണെന്ന് മാത്രം, ഹറാമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാ ഈ കറാഹത്താണെന്ന് പറഞ്ഞതിനെ ഹർഫൻ ബി ഹർഫായിട്ട് സുയൂത്തി ഇമാം ഖണ്ഡിക്കുകയും ചെയ്തു. ഞങ്ങൾ ചോദിച്ചത് ഫാക്കിഹാനി ഇമാം ഞങ്ങൾ കഴിക്കുന്ന നബിദിനത്തെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു. ഇല്ല എന്ന് ഫൈസൽ മൗലവി തന്നെ ഇവിടെ വായിച്ചു പറഞ്ഞു. ഫൈസൽ മൗലവിക്ക് ഈ നബിദിനാഘോഷം ഹറാമാണെന്ന് പറയാൻ കൊണ്ടുവന്ന ഫാക്കിഹാനി ഇമാമും എതിരാണ്. ഞങ്ങൾ കഴിക്കുന്ന നബിദിനാഘോഷം നിങ്ങളുടെ വാദപ്രകാരം ഹറാമാണ്. ഹറാമാണെന്ന് ഞങ്ങൾ കഴിക്കുന്ന നബിദിനാഘോഷത്തെ കുറിച്ച് ഫാക്കിഹാനി ഇമാമി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹറാം കലർന്ന നബിദിനാഘോഷത്തെ കുറിച്ച് ഫാക്കിഹാനി ഇമാം ഹറാമാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ വാദം ഒരു ഹറാമും കലരാത്ത നബിദിനമാണ് ഞങ്ങൾ കഴിക്കുന്നതെങ്കിലും അത് കുറ്റകരം തന്നെ. നേരത്തെ ഇഴ്തിസാമിൽ നിന്ന് ശാത്തുബിയെ വായിച്ചു. ഹറാമാണെന്ന് നബിദിനം ഹറാമാണെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞിട്ടില്ല. ശാത്തുബി ഇമാം ഇഴ്തിസാമിൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇമാം ഫാക്കിഹാനിയും ഞങ്ങൾ കഴിക്കുന്ന നബിദിനത്തെ കുറിച്ച് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് സീഡി രണ്ടാമത് കേൾക്കുക. അപ്പൊ എന്താ ഹറാം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം കേട്ടോ, നാളത്തെ എത്ര പ്രാവശ്യം വായിച്ചു. എന്താ ഉണ്ടാത്തത്? ഹറാമാണോ എന്ന് രണ്ടാൾക്ക് തമ്മിൽ തർക്കം പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചോദിക്കാം ഹറാമാ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇപ്പൊ എന്താ അതിനർത്ഥം? ബിദ്അത്താണ്, ദലാലത്താണ്, നരകത്തിക്കാണ്, ചീത്ത പര്യവസാനാണ്. അപ്പോഴും പറയാം ഹറാം പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇപ്പൊ അതിനർത്ഥം വാജിബിനാ, അതിനർത്ഥം സുന്നത്തിനാ? എന്താ മുസ്ലിം എങ്ങനായാല്? അപ്പൊ ഫാക്കിഹാനി എന്താ? അവനെന്റെ കാശൊന്ന് സ്വന്തം കുട്ടികളെ തിന്നാൻ കൊടുക്കുക മാത്രം ചെയ്താൽ പോലും ബിദ്അത്താണ്. ബിദ്അത്തും മക്റൂഹ എന്ന് മാത്രമല്ല വസനാഅത്തുൻ, ഇത് മോശപ്പെട്ട ഏർപ്പാടാണ്. എന്താ കാരണം പറഞ്ഞത്? മുൻഗാമികൾ ചെയ്തിട്ടില്ല. നിങ്ങൾ കഴിക്കണതോ ദഫ് മുട്ടുക, നിങ്ങൾ ചെയ്യണില്ലേ? ദഫ് മുട്ടുക, കുയലൂത്ത്, പിന്നെ പുരുഷന്മാർ ഒരുമിച്ച് കൂടുക, നല്ല മീശ മുളക്കാത്ത ആൺകുട്ടികളെ കൂടെ പുരുഷന്മാർ ഒരുമിച്ച് കൂടുക, അതേപോലെ പാട്ട് പാടുന്ന സ്ത്രീകൾ ഉണ്ടാവുക, ഒന്നുകിൽ ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് ആ മുസ്ലിഫാത്തിൻ കൂടിക്കല പോലും അവിടെ സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടാവും, എന്നാലും വേണ്ടില്ല. നൃത്തം വെക്കുക, ഈ നിലക്കുള്ള പണികൾ കളിയിൽ മുഴുകുക, പരലോകം മറക്കുക. സ്ത്രീകൾ മാത്രം കൂടിയാലും അങ്ങനെ തന്നെയാണ്, അപ്പോഴും ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് നീ ഓർത്തോ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, റബ്ബ് പ്രതീക്ഷിക്കുന്നുണ്ട്, റബ്ബ് കാത്തിരിക്കുന്നുണ്ട്. നീ ഓർത്തോ. എന്നിട്ട് പറയാം വഹാദാ ഇത് അല്ലദീ ലാ യഖ്തലിഫു ഫീ തഹരീമിഹി ഇസ്നാനി, ഇത് ഹറാമാണെന്ന കാര്യത്തിൽ രണ്ടാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടാളുകൾ തന്നെ അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടാവില്ല ഇത് ഹറാമാണ് എന്ന്.
വലാ യസ്തഹ്സിനുഹു, ഇത് നല്ലതാണെന്ന് പറയുകയില്ല. ലവുൽ മുറൂഅ, മാന്യന്മാരായ ഒരാളും മാന്യതയുള്ള ഒരാളും ഇത് നല്ലതാണെന്ന് പറയുകയുമില്ല. വഇന്നമാ യുഹില്ലു ദാലിക, ഇത് ഹലാലെന്ന് പറയുന്നത് ആരാണെന്നറിയോ? ബിനുഫൂസിൻ മൗത്തൽ ഖുലൂബ്, ഹൃദയം ചത്തുപോയ മനുഷ്യന്മാരെ ഇത് ജായിസാണെന്ന് പറയുള്ളൂ. സുന്നത്താന്ന് പോലും പറയുന്ന അർത്ഥം, സുന്നത്താന്ന് പോലും പറയില്ല. ഹൃദയം ചത്തുപോയ മനുഷ്യന്മാര് മാത്രമേ ഇത് അനുവദനീയാന്ന് പറയുള്ളൂ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാകാത്ത മനുഷ്യന്മാരെ ഇതൊക്കെ നല്ലതാ, ജായിസാന്ന് പറയുള്ളൂ. അധികമായി പറഞ്ഞു തരാം. ഇതിനൊക്കെ പുറമെ ഈ ചെയ്യുന്ന മനുഷ്യന്മാർ ഇത് ഇബാദത്തായി കാണുന്നു. ഹറാമായതായിട്ടല്ല അവർ കാണുന്നത്, അവർ ഇബാദത്തായിട്ടാണ് കാണുന്നത്. ഇനി എന്താ പറയേണ്ടത്? അപ്പോൾ ഹറാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ ഞാൻ വരുമ്പോ അള്ളാഹ് എന്നോട് മഹ്ശറിൽ ചോദിക്കാം, ഫാക്കിഹാനി ദുന്യാവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഇപ്പം തന്റെ അഭിപ്രായ നിബന്ധനത്തിനെ പറ്റി എന്ന് വെച്ചാൽ അവിടെ ഞാനത് പറയുന്ന മഹ്ശറിലും ഞാൻ ഈ മറുപടി പറയും എന്ന് പറഞ്ഞ ആള് ഇമാം ഫാക്കിഹാനി എന്ന് ഹിജ്റ 700-കളിൽ. അതുകൊണ്ട് സാധാരണക്കാരെ, കാരണവന്മാരെ, ഇനിയെങ്കിലും ചിന്തിച്ചോ, ഈ ബിദ്അത്ത് നമുക്ക് വേണ്ട, ഈ ബിദ്അത്ത് നമുക്ക് വേണ്ട. ഇത് നല്ല ബിദ്അത്താ കറാഹത്താ അതാണോ തർക്കം? ഈ ബിദ്അത്ത് വേണ്ട. ഇത് നബി തങ്ങളോടുള്ള സ്നേഹമല്ല, ഇത് നബി തങ്ങളെ പ്രശംസിക്കതല്ല, ഇത് നബിയെ മദ്ഹ് ചെയ്യലല്ല, ഇത് പുണ്യകർമ്മമല്ല, ഇത് ബിദ്അത്താണ്, ഇത് ഹറാമാണ്, ഇത് കുറ്റകൃത്യമാണ്, ഇത് ശിക്ഷാർഹമാണ്, ഇത് അനിസ്ലാമികമാണ്, ഇത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, താബിഈകൾ പഠിപ്പിച്ചില്ല, ഷാഫി ഇമാം പഠിപ്പിച്ചില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ല, ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ല, മുഫസ്സിറുകൾ പഠിപ്പിച്ചില്ല, ഫുഖഹാക്കൾ പഠിപ്പിച്ചില്ല, അഹ്ലുസുന്നയുടെ ഒരാളും പഠിപ്പിച്ചില്ല. അവരൊക്കെ പഠിപ്പിക്കാത്തത് പിൽക്കാത്ത ശിയാക്കൾ കൊണ്ടുവന്നത്, മുല്ല ഉമർ ഏറ്റെടുത്തത്, സൂഫികൾ പിന്നെ പ്രചരിപ്പിച്ചത്, മുദഫർ രാജാവ് പിന്നെ അത് പ്രചരിപ്പിച്ചത്, അതാണോ ഇസ്ലാമിലെ സുന്നത്ത്? എന്നിട്ട് പറയാ സുന്നത്താണ്, ബിദ്അത്തല്ല. ആര് പഠിപ്പിച്ചു മുസ്ലിയാക്കന്മാരെ ഇത് സുന്നത്താണ് എന്ന്? ലോകത്ത് ഒരാളും പഠിപ്പിച്ചില്ല ഇത് സുന്നത്താണ് ബിദ്അത്തല്ല എന്ന്. നിങ്ങളെ വാദം അതാ, സുന്നത്താണ് ബിദ്അത്തല്ല, അത് ശരിയല്ല.